എന്തായാലും ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്തു. അതിൻ്റെ പണി നാളെ തുടങ്ങും. ഈ നനവ് എവിടുന്നാന്നറിയോ? മുകളിൽ നിന്ന് വരുന്ന ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്നത്തെ മെയിൻ പരിപാടി ടാങ്ക് വാങ്ങാൻ പോകണം. നമ്മുടെ ഓൾറെഡി ഉള്ള ടാങ്കിന്, കോൺക്രീറ്റ് ടാങ്കിന് ലീക്ക് ഉണ്ടല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങാൻ പോവാണ്. പ്ലംബർ വിളിച്ചിരുന്നു. ഇത് കണ്ടോ, നനവ് ചുമരിന്റെ മുകളിൽ. ഒരു വീടായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വേണമല്ലോ അല്ലേ, അപ്പോഴല്ലേ വീടെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ നനവ് എവിടുന്നാന്നറിയോ? മുകളിൽ നിന്ന് വരുന്ന കോൺക്രീറ്റ് ടാങ്കിന്റെ ലീക്ക് കാരണമാണ്. അപ്പോൾ അത് മാറ്റി പ്ലാസ്റ്റിക്കിന്റെ ടാങ്ക് വെക്കാന്ന് വെച്ചിട്ടാണ്. പ്ലംബർ ഇപ്പോൾ വരും, പോണം മൂപ്പരുടെ പിന്നാലെ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മീറ്ററിൻ്റെ ഉള്ളിലേക്കും സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയാൽ. ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ടാങ്കിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ലീക്ക്. അത് ഇതുപോലെ ചുമരിൻ്റെ മുകളിൽ കൂടെ നനഞ്ഞുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും നാളെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കാണും. ടാങ്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് ഇത് ഉണങ്ങി പൊക്കോളും. പിന്നെ ഈ നനയണേൻ്റെ പ്രശ്നം വരില്ല. ഷോക്ക് അടിക്കുക എന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. ഈ നാടിന് പൊതുവെ കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട് നായ്ക്കളുടെ. ഈ നാട്ടിലുള്ള ആൾക്കാരല്ലാത്ത ആര് വന്നാലും നായ കുരയ്ക്കും. ഈ നാട്ടിലുള്ള എല്ലാവരും അറിയാം. അപ്പോൾ വാട്ടർ ടാങ്ക് ഇതാ കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സസറീസും അതിൻ്റെ പണിക്കാരൊക്കെ മിക്കവാറും നാളെ വരുന്നുണ്ടാവുള്ളൂ. ഈ ഭാഗമാണോ ആ മൂലയാണ്. ഇതിനകം കണ്ടിട്ട് പറഞ്ഞു ആ ആരെയായിട്ട് കാണാൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്, ഉടനെ മാറ്റണമെന്ന്. അതന്നെയാണ്. അവിടെയാണ് എ സി കൊണ്ടിട്ടാണ്. വട എന്തെങ്കിലും കഴിച്ചാലോ? ടാങ്ക് നോക്കി എങ്ങനെയുണ്ട്? സിൻടെക്സിന്റെ ടാങ്ക് വാങ്ങി ഗൈസ്. മൊത്തത്തിൽ ആക്സസറീസ് അടക്കം 9,000 rupees ആയിട്ടുണ്ട്. പറഞ്ഞോ അടക്കേ പറഞ്ഞോ. ആര് തുറന്നാ കൊതു വന്നു. അതോ പോയി എന്നെ ഇവിടൊക്കെ കടിച്ചു പൊളിച്ചോണം. കണ്ടില്ലേ എന്താ കഥ? നമ്മള് തെരഞ്ഞു കണ്ടുപിടിക്കണം. ആ ചൊത്തൻ കോളടിച്ചല്ലോ. ചൊത്തൊരു ബിരിയാണി പാമ്പ് ഉണ്ടല്ലോ, ഫ്രിഡ്ജിലുണ്ട്. അതിന്റെ പിന്നെ കൂടെ പോയോ കൊതു? ചത്തത് കീചകനെങ്കിൽ കൊന്നത് വാവ തന്നെ. കൊതുവിനടിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ അല്ലേ. അത് ടാങ്കിന്റെ അടപ്പ്, ടാങ്കിന്റെ അടപ്പ്, വെള്ള ടാങ്കിന്റെ നമുക്ക് മമ്മളിക്ക് വെള്ളം അടിക്കണ്ടേ, അതിന്റെ അടപ്പാണത്. അടക്കാൻ അതിന്റെ കണ്ട ജന്തുക്കളൊക്കെ ചാടി ലയിച്ചും പുഴുവൊക്കെ അതിനെ അടപ്പ് അടച്ചാ പിന്നെ ചാടില്ലല്ലോ. കൊതുവിനെ തെരഞ്ഞു നോക്കണം. നമ്മളെ അടുത്തേക്ക് വരുമോ? എന്നെ അടിച്ചോ എന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് വരുമോ? കുഞ്ഞാനെ എങ്ങനെ പറഞ്ഞു കൊതു അത് ഓടില്ലേ അടിക്കുന്നു പേടിച്ചിട്ട്. ഈച്ചയുടെ വലിപ്പുണ്ട് ഓരോ കൊതു. തെത്രഞ്ഞല്ല, ക്ഷത്രജ്ഞ. പിന്നെ അച്ഛൻ ആരുടെ ചന്തിയാ പപ്പടാക്കുക? പിന്നെ സോറി, എന്തൊരു സമാധാനം ഉണ്ടറിയോ ആ പുതിയ ടാങ്ക് വന്നപ്പോ. എന്തായാലും ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്തു. അതിൻ്റെ പണി നാളെ തുടങ്ങും. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ഇതോടുകൂടി വീട്ടിനുള്ളിലേക്കുള്ള വെള്ളത്തിൻ്റെ ലീക്ക് നിൽക്കുമല്ലോ. മുമ്പ് മഴക്കാലമായിരുന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല അത് എന്തുകൊണ്ടാണ് വെള്ളം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നല്ല വെയിൽ ഉദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ടാങ്കിൻ്റെ അവിടെ നിന്നാണ് ലീക്ക് വരണതെന്നുള്ളത്. ഇപ്പോൾ
അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ടാങ്കൊക്കെ ഫിക്സ് ചെയ്യുന്ന ആ ഒരു പുതിയ വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.